PS അച്യുതാനന്ദനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. അപ്പൊ എന്നെ MB വീരേന്ദ്രകുമാർ വിളിച്ചിട്ടാണ് ഞാൻ ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. PS അച്യുതാനന്ദൻ പ്രകാശനം ചെയ്തൊരു ബുക്കിന്റെ പേരിൽ ഞാൻ പരമേശ്വരന്റെ ബുക്ക് പ്രകാശനം ചെയ്തെന്ന് പറഞ്ഞ് എനിക്കെതിരെ എന്താ ആക്ഷേപമാണ്? നമ്മൾ എവിടെ പോയാലും, എവിടെ ഏത് ചർച്ചയ്ക്കോ ഏതോ സംവാദത്തിന് പോയാലും, എവിടെ പോയാലും ഇപ്പൊ CPM-ന്റെ പരിപാടിക്ക് ഞാൻ പോയ എന്റെ അഭിപ്രായമല്ലേ ഞാൻ പറയുള്ളൂ, കോൺഗ്രസിന്റെ അഭിപ്രായമല്ലേ പറയുള്ളൂ. ആ പരിപാടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുനിഞ്ഞ് ഇന്ന് വിളക്ക് കൊളുത്തി, അത് വിളക്ക് ചെറുതായിരുന്നു. വലിയ വിളക്കാണെങ്കിൽ ഇങ്ങനെ കൊളുത്തിയാണ്. ഇത് ചെറിയ വിളക്കാവുമ്പോ കുനിഞ്ഞ് നിന്നല്ലേ വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ. ശരി, ശ്രീ സതീശൻ, അതിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ 2002 ഗുജറാത്ത് കൂട്ടക്കൊല നടക്കുന്നത്. 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ എന്താണ് ഹിന്ദുത്വ ശക്തികളുടെ ഇന്ത്യയിലെ ലക്ഷ്യമെന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ ഗോൾവാൾക്കറിനെതിരെ പ്രസംഗിച്ചതിന് എനിക്കെതിരായിട്ട് RSS സിവിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ ഇപ്പോഴും ഉണ്ട് RSS കൊടുത്ത കേസ്. ഗോൾവാൾക്കറിനെതിരെ ഞാൻ സംസാരിച്ചത് അതുകൂടി അറിയണം. അവർ കേരളത്തിൽ ആർക്കെതിരെ കേസ് കൊടുത്തില്ല, RSS നേരിട്ട്. അത് ആ പരിപാടിയെ അല്ലല്ല, ഇതിലല്ല. ഞാൻ ഗോൾവാൾക്കറിനെതിരെ പിന്നീട് സംസാരിച്ചതിന്, ഞാൻ വിചാരധാരയെ പറ്റി സംസാരിച്ചിട്ട് ആ വിചാരധാര എന്ന് പറയുന്ന ആശയത്തെ നമ്മൾ എതിർക്കണം എന്ന് പറഞ്ഞൊക്കെ സംസാരിക്കാൻ സജി ചെറിയാൻ അത് കോട്ട് ചെയ്ത് സംസാരിച്ചതും ആ വിചാരധാര ഒന്ന് തന്നെയാണ്. വിചാരധാര അപകടമാണ് പറഞ്ഞതിന് RSSന്റെ സിവിൽ കേസ് എനിക്കെതിരെ കൊടുത്തിട്ട് ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂര്. ശരി, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, അതായത് താങ്കൾക്ക് കറകളഞ്ഞ ആന്റി ഹിന്ദുത്വ വ്യക്തിത്വം ഈ സന്ദർഭത്തിൽ ഉണ്ടെങ്കിൽ അതിനൊരു കളങ്കമേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ആ പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് താങ്കൾക്ക് ഇന്ന് തോന്നുന്നുണ്ടോ? അതിൽ താങ്കൾ ഖേദിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ഇന്റർവ്യൂ നിങ്ങളല്ല, താങ്കൾ എന്താണ് ഈ ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ആ കാര്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഞാൻ ആന്റി ഹിന്ദുത്വം എന്നല്ല, ഞാൻ ഹിന്ദു വിരുദ്ധനല്ല. ഹിന്ദു വിരുദ്ധനല്ല, ഞാൻ ഹിന്ദു വിരുദ്ധനല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു താങ്കളുടെ ഈ ഇന്റർവ്യൂവിന് ഒരു അജണ്ടയുണ്ട്. താങ്കൾ എന്നെ വ്യക്തിപരമായി ഡാമേജ് ചെയ്യുക എന്നുള്ളൊരു അജണ്ടയോടുകൂടി വന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ വളരെ ക്ലിയർ ചെയ്ത ഒരു കാര്യം വീണ്ടും താങ്കൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പിണറായി വിജയനും CPM-ഉം ചെയ്ത കാര്യത്തിന് നിങ്ങൾ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുമായും ഒരാളോട് ചോദിക്കില്ല, മുഖ്യമന്ത്രിയായിട്ട് ചോദിക്കുന്നത്. ഈ ചോദ്യം ഞാൻ ചോദിച്ച ആളാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ആ ഇന്റർവ്യൂ എടുത്ത് കാണാം. ശ്രീ സതീശൻ, ഞാൻ വ്യക്തമാക്കുന്ന കാര്യം ഇതാണ്. ഇന്ന് അത് ഇത്രയധികം താങ്കൾക്കെതിരായ ഒരു ആരോപണമായി വരുന്നുണ്ടെങ്കിൽ അന്ന് അതിൽ പങ്കെടുത്തത് താങ്കൾ ഖേദിക്കുന്നുണ്ടോ? ഞാൻ പങ്കെടുത്തത് ശരിയാണെന്നാണ് പറഞ്ഞത്. അന്നത്തെ കാലത്ത് എല്ലാവരും സംവാദത്തിൽ പങ്കെടുത്തു. മുന്നണി രാഷ്ട്രീയവും ഹിന്ദുത്വവാദവും എന്നുള്ളൊരു വിഷയത്തിൽ പോയി കോൺഗ്രസിന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതിന് ഞാനെന്തിനാ ഖേദിക്കുന്നത്? നിങ്ങൾ മതരാഷ്ട്രവാദവും ഹിന്ദുത്വവാദം തന്നെയായിരുന്നു. മതരാഷ്ട്രവാദം എന്നാണ് അവർ പറഞ്ഞത്. മതരാഷ്ട്രവാദവും മുന്നണി രാഷ്ട്രീയവും ഒരു സബ്ജക്ട് വെച്ച് കഴിഞ്ഞാൽ 2006 നടന്ന നിങ്ങളൊക്കെ കൂടി ഇത് ആഘോഷിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആഘോഷിക്കുകയാണ്. ഇതെല്ലാം ആഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പരാതിയില്ല. ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള അവസരവാദ രാഷ്ട്രീയത്തിൽ സൗകര്യം പോലെ RSSനെ കൂട്ടുകൂടിയ, ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയ, STP ആയിട്ട് കൂട്ടുകൂടിയവർക്കെതിരായിട്ടൊന്നും നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങളിത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അജണ്ടയാണ്. അത് കുറെ മാധ്യമ പ്രവർത്തകരുണ്ട്. ഞാൻ പിണറായി വിജയനെ പോലെ ഒരു മാധ്യമ സിൻഡിക്കേറ്റഡ് ഒന്നും ആരോപിക്കുന്നില്ല. പക്ഷെ ഒരു ലൈനുണ്ട്, കുറച്ച് ആളുകൾക്കും കുറച്ച് ചാനലുകൾക്കും എല്ലാം ഉണ്ട്. അതുണ്ട്. അതിന്റെ ഒരു ആവർത്തനമാണ് താങ്കളുടെ ചോദ്യം. കാരണം വളരെ ഒരു കാര്യം പറഞ്ഞ്, എന്നെ പോലെ ഒരാൾ ഒരു കാര്യം പറഞ്ഞ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് അനാവശ്യമായ ഒരു ചോദ്യം അതിന്റെ മീതെ ചോദിച്ച് വീണ്ടും അതുമ്പോൾ തന്നെ നിൽക്കാൻ നോക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയും നിങ്ങൾ ഡെവലപ്മെന്റ് ചർച്ച ചെയ്യുന്നില്ല, നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. താങ്കളുടെ അടുത്ത് ഇത്ര നേരം ഞാൻ വന്ന് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും താങ്കൾ ചോദിച്ചില്ല.